ഹമാസ് ഇസ്രായേൽ സമാധാന കരാറിനെ തുടർന്ന് 3 ലക്ഷത്തോളം പലസ്തീൻകാർ ഗാസയിലേക്ക് തിരിച്ചെത്തി. തെക്കൻ ഗാസയിൽ നിന്ന് വടക്കൻ ഗാസയിൽ തിരിച്ചെത്തിയ പലസ്തീനികൾക്ക് മുന്നിലുള്ളത് തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളുടെ കൂമ്പാരം മാത്രം. യുദ്ധത്തിനു മുമ്പ് വെട്ടിത്തിളങ്ങി നിന്ന നഗരമായിരുന്നു ഗാസ. ഈ ശൂന്യതയിൽ തലചായ്ക്കാനൊരു ഇടമുണ്ടാക്കാനായി തങ്ങളുടെ പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ വൃത്തിയാക്കുകയും താൽക്കാലിക കൂടാരങ്ങൾ ഉണ്ടാക്കുകയുമാണ് ഗാസ നിവാസികൾ. ഇവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ജനങ്ങൾ ഇപ്പോഴും തറയിൽ കിടന്നാണ് ഉറക്കം. 3 ലക്ഷത്തോളം പലസ്തീൻകാരാണ് തിരിച്ചെത്തിയെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ യാത്രാ വഴിയിലാണ്. അതേസമയം അടുത്ത ആഴ്ച ആരംഭിക്കുന്ന സമാധാന ചർച്ചയുടെ 2ാം ഘട്ടത്തിനു വേണ്ടിയുള്ള പ്രാഥമിക ഒരുക്കം മധ്യസ്ഥർ ആരംഭിച്ചു. കരാർ പ്രകാരം 3 വീതം ബന്ദികളെ ഹമാസ് വിട്ടയക്കും. പകരം 100 കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. അടുത്ത ഘട്ട ചർച്ചയുടെ മുന്നോടിയായി കെയ്റോയിൽ ഹമാസ് ഉന്നത സംഘം എത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ 2ാം ഘട്ടത്തിലേക്ക് നീളരുതെന്നും ഹമാസിനെ ഇല്ലാതാക്കാൻ യുദ്ധം തുടരണമെന്നും വാദിക്കുന്ന തീവ്ര നിലപാടുകാരായ കക്ഷികളുടെ സമ്മർദ്ദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനുമേലുമുണ്ട്. ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് വരുന്ന ആഴ്ച നെതന്യാഹു വാഷിംഗ്ടണിലേക്കും പോകുന്നുണ്ട്.